Electropoint പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ 2Kയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ വീഡിയോ വ്യൂവർഷിപ്പ് ഏകദേശം ഒരു 7500-8000 അടുപ്പിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രോത്സാഹനങ്ങളും നമുക്ക് കമൻറ്റുകളായിട്ടും ലൈക്കുകളായിട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ആംപ്ലിഫയറിന്റെ വീഡിയോ ആയിട്ടല്ല. കാരണം ആംപ്ലിഫയറുകൾ ഇപ്പോൾ എല്ലാവരും 5.1 ആംപ്ലിഫയറും 2.1 ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്തതിൽ കുറച്ചൊരു തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു റിമോട്ട് കിറ്റിന്റെ ഒരു ജസ്റ്റ് ഒരു റിവ്യൂ ആയിട്ടാണ്. ഈ റിവ്യൂ അവരുടെ ചാനലിൽ തന്നെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ എക്സ്പീരിയൻസും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാന്ന് വെച്ചു. അതേപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പങ്കുവയ്ക്കാന്ന് വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ 3 എന്ന് പറയുന്ന ടൈപ്പ് ഒരു റിമോട്ട് കിറ്റ് ആണ്. ഡിടെക് എന്നുള്ള ബ്രാൻഡിന്റെ ആണ്. ഡിടെക് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. തിരുവനന്തപുരമാണ് അതിന്റെ ആസ്ഥാനം. അത്യാവശ്യം അവരുടെ വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഒരുമാതിരി നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാനും കാരണം. അപ്പൊ നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ഇതേപോലെ തന്നെ ബോർഡുകളുടെ റിവ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതായത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതിൽ ഒരു 5.1 റിമോട്ട് കിറ്റിന്റെ ഫസ്റ്റ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതിനെ തുടർന്ന് തന്നെ നമുക്ക് പല ബോർഡുകളും നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഈ ബോർഡിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിടെക് എന്നുള്ള ബ്രാൻഡിന്റെ റിമോട്ട് കിറ്റ് ആണ്. അവരുടെ മുന്നത്തെ 2 റിമോട്ട് കിറ്റ് വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് അതിന്റെ വെർഷൻ 3 എന്ന് പറയുന്ന സെഗ്മെന്റിൽ പെട്ടിട്ടുള്ള കുറെ കൂടെ അപ്ഡേഷൻസ് വരുത്തിയിട്ടുള്ള റിമോട്ട് കിറ്റിന്റെ ഭാഗമായിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് എന്തിനാണ് റിമോട്ട് കിറ്റ് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാം. പക്ഷെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5.1 ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്കൊരു പുതിയൊരു രീതിയിലേക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു പ്രൊലോജിക് ബോർഡും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൺട്രോൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും കുറച്ചുകൂടെ ഒരു ബ്രാൻഡഡ് ലുക്ക് കൊടുക്കാനും ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യം കൺട്രോൾ ചെയ്യാനൊക്കെ കൂടെ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ പ്രോസസ്സിംഗ് യൂണിറ്റിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആക്ച്വലി റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആക്ച്വലി എല്ലാ ചാനലിന്റെയും ഗെയിനും അതേപോലെ തന്നെ ടോണും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സറൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊലോജിക്കിന്റെ സഹായത്താൽ, ബിൽറ്റ് ഇൻ പ്രൊലോജിക്കിന്റെ സഹായത്താൽ സറൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ, നമ്മള് ജെന്യൂൻ ആയിട്ട് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഡിജിറ്റലിന്റെ സറൗണ്ടിലുള്ള പെർഫോമൻസ് അല്ല എങ്കിലും ഒരു പ്രൊലോജിക് സിസ്റ്റത്തിൽ കൂടെയുള്ള സറൗണ്ട് സിസ്റ്റം ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടാൻ പറ്റും. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സബ് ഫിൽറ്ററും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാരണം ഒരു നല്ല പഞ്ചിങ് ബാസും കൂടെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത്തരം റിമോട്ട് കിറ്റുകൾ പൊതുവെ വന്നിട്ടുണ്ടാവുക. പല റിമോട്ട് കിറ്റുകളിലും ആക്ച്വലി നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ ഒരു സബ് ഫിൽറ്റർ ആഡ് ചെയ്യേണ്ടി വരാം. പക്ഷെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കാണാം. ഇത് വന്നിട്ടുള്ളത് ആക്ച്വലി ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ്. നല്ല രീതിയിലുള്ള പാക്കിങ്ങോട് കൂടിയാണ് നമുക്ക് ഈ കൊറിയർ കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഒരു ട്രയൽ അടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കിറ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് അഗെയിൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണത് പാക്ക് ചെയ്ത് വന്നിരുന്നത്. എക്സ്ട്രാ ബബിൾ പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളോട് സേഫ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ നല്ലൊരു പാക്കിങ്ങിന് ഡിടെക്കിന് നന്ദി. ആദ്യം തന്നെ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് നല്ലൊരു ടൈപ്പ് റിമോട്ടാണ്. നമുക്ക് പല റിമോട്ട് കിറ്റിന്റെയും റിമോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ആ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊരു കുറച്ചുകൂടെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള രീതിയിൽ സാധാരണ ഒരു ബ്രാൻഡഡ് സിസ്റ്റത്തിന്റെ റിമോട്ട് നമ്മൾ കയ്യിലെടുക്കുന്ന ഒരു ഫീല് നമുക്ക് ഇത് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. കറക്റ്റ് ആയിട്ട് ഓരോ ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് പ്രിന്റഡ് ആയിട്ട് ആ റിമോട്ടിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ നല്ല രീതിയിലൊരു ഒരു ബ്രാൻഡഡ് സെറ്റിന്റെ റിമോട്ടായിട്ട് നമുക്ക് അതിൽ ഫീൽ ചെയ്യും. ഇനി വരുന്നത് അതിൻ്റെ ഒരു മദർ ബോർഡ്. നമ്മളുടെ മദർ ബോർഡ് വരുന്നു. അതിൽ ഓൾറെഡി 2 RC സോക്കറ്റ് ബിൽട്ടൺ ആയിട്ട് വെച്ചിട്ടുണ്ട്.
പക്ഷേ ഈ RC സോക്കറ്റിന്റെ കണക്ഷൻ ആക്ച്വലി അവർ സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കിപ്പോൾ അത് ആക്ച്വലി ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും ഇത് ചെയ്യണ സമയത്ത് ചിലപ്പോൾ RC സോക്കറ്റ് അതിൽ വെച്ച് മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്, ക്യാബിനറ്റിന്റെ സൈസും അതിന്റെ പ്രൊവിഷൻ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റാവുന്ന രീതിയിൽ വെക്കുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, പിന്നെ മദർ ബോർഡിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിലേക്ക് വരാം. അത് കൂടാതെ തന്നെ ഇതിന്റെ കൂടെ RMC കേബിൾസ് കാര്യങ്ങൾ, കണക്ടേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഈ ഡിസ്പ്ലേ യൂണിറ്റിൽ ആക്ച്വലി നമുക്ക് നോർമലി എല്ലാ റിമോട്ട് കിറ്റിലും വരുന്ന ടൈപ്പ് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നമുക്ക് ഇതിൽ വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളുടെ IR സെൻസറും കാര്യങ്ങളും മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രീസെറ്റ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ആക്ച്വലി നമ്മളുടെ എന്താ പറയുക എൻകോഡർ പോകുന്നത്. ഈ എൻകോഡറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതിന്റെ ബാക്ക് ലൈറ്റിന് വേണ്ടിയുള്ള ലൈറ്റ്സ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ആക്ച്വലി ഈ എൻകോഡറിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് റെസിസ്റ്റർ ഇട്ടിട്ട് ഒരു 2 ohms 4 ohms റെസിസ്റ്റർ ഇട്ട് LEDs കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 volt LED വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ലൈറ്റിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ്, സെപ്പറേറ്റ് ഒരു ബാക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടാത്ത രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതും നല്ലൊരു RMC കണക്ടർ ഇതിലേക്ക് മൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റിമോട്ട് കിറ്റിന്റെ ഡിസ്പ്ലേ യൂണിറ്റിന്റെ ബാക്കിൽ നിന്ന് ആക്ച്വലി നമ്മുടെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു വയർ അവർ പെർഫെക്റ്റ് ആയിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ RC സോക്കറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയോട് ചെയ്യാൻ വരുന്നത് നമുക്ക് അതിൽ ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്ത് വെക്കാം. അതല്ല വയർ ഇത് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന രീതിയിലും ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ഇനി ഓവറോൾ നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി ആക്ച്വലി ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കെൽട്രോണിന്റെ കപ്പാസിറ്റേഴ്സ് ആണ്. ഓൾമോസ്റ്റ് 1-2 കപ്പാസിറ്റേഴ്സ് മാറി വേറൊരു ബ്രാൻഡ് ആക്ച്വലി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡിജിക്യാപ്പ് ആണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിജിക്യാപ്പ് ആണ്. ഡിജിക്യാപ്പ് ഓൾറെഡി നമുക്ക് ഒരുവിധം ക്വാളിറ്റി നല്ല രീതിയിൽ കിട്ടുന്ന ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ആണ്. പിന്നെ PCB കാര്യങ്ങളെല്ലാം നല്ലൊരു ഗ്ലാസ് എപ്പോക്സി PCB നല്ല രീതിയിൽ സോൾഡർ ചെയ്തെടുത്തിട്ടുള്ള ഒരു PCB ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള RMC കണക്ടേഴ്സ് കാര്യങ്ങളെല്ലാം കുറച്ച് നല്ല ക്വാളിറ്റി ആക്ച്വലി ഇതിന്റെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനും ഒരു നല്ലൊരു കണക്ടർ വഴി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോൾഡറിങ് കാര്യങ്ങളെല്ലാം പരമാവധി ഒരു ബോർഡിൽ ഒഴിവാക്കി സാധാരണ രീതിയിൽ കണക്ട് ചെയ്യണമെങ്കിൽ സോൾഡറിങ് ഒക്കെ ഒഴിവാക്കുന്ന രീതിയിലാണ് എൻ്റെ മദർ ബോർഡ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ മറ്റുള്ള കമ്പോണൻസ് ആണെങ്കിലും റെസിസ്റ്റേഴ്സ് ആണെങ്കിലും മറ്റുള്ള കമ്പോണൻസ് ആണെങ്കിലും ഒരു നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കത് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റിമോട്ട് കിറ്റ് വന്നിട്ടുള്ളത്. മിക്കവാറും വരുന്ന റിമോട്ട് കിറ്റുകളുടെ ഉദ്ദേശം അതാണെങ്കിൽ പോലും ചില റിമോട്ട് കിറ്റുകളിൽ നമുക്ക് ജോലി കൂടുതലുള്ളതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ അതിൻ്റെ അകത്ത് അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് നമ്മൾ പറഞ്ഞു, ഒരു 5.1 ഇൻപുട്ടും ഒരു നമ്മൾ ഓക്സിലറി ഇൻപുട്ടും നമുക്ക് കൊടുക്കുന്ന രീതിയിൽ 2 RC സോക്കറ്റിന്റെ ഇൻപുട്ടാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ USB സോക്കറ്റിന്റെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഇതൊന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനൊരു 3 വയർ വരുന്ന കേബിൾ വഴി RMC കണക്ടറുള്ള കേബിൾ വഴി നമുക്ക് ഈ ഒരു പോയിന്റിലേക്കാണ് USB-യുടെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുക. അതേപോലെ തന്നെ നമ്മുടെ അതിന്റെ 5 ചാനൽ ഔട്ട്പുട്ട് വരുന്നത് ഒരു സെപ്പറേറ്റ് നമുക്ക് ഒരു നല്ല ക്വാളിറ്റിയുള്ള വയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള RMC കണക്ടർ വഴി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നാണ് 5 ചാനലും സബിന്റെ ഔട്ടും നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുക. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്പ്ലേ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാ റിമോട്ട് കിറ്റിലും വരുന്ന പോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ ക്വാളിറ്റി ഉള്ള റിമോട്ട് കിറ്റിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേന്ന് നമുക്കൊരു അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കേബിളോട് കൂടി തന്നെ ഒരു കണക്ടർ വരുന്നുണ്ട്. അത് നമുക്കിവിടെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇത്രയും നമുക്ക് ഇതിന്റെ എക്സ്റ്റേണൽ കണക്ഷൻസ് എന്ന് പറയാനായിട്ടുള്ളൂ. അഡീഷണൽ ആയിട്ട് വരുന്നത് നമ്മുടെ USB-യുടെ 5 volt ഇതിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സപ്ലൈ ജസ്റ്റ് 12 വോൾട്ട് മുതൽ കുറച്ചുകൂടെ കൂടുതൽ വോൾട്ട് 15 വോൾട്ട് വരേക്ക് ഇത് ഹോൾഡ് ചെയ്യും. ഐഡിയലി ഇതിന്റെ കൂടെ ഒരു റെഗുലേറ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ബക്ക് കൺവേർട്ടറിന്റെ സഹായത്താൽ നമ്മളൊരു സപ്ലൈനെ റെഗുലേറ്റ് ചെയ്ത് ഒരു 1.5 ആംപിയർ 2 ആംപിയർ എങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ലാസ്റ്റ് ചെയ്യും. ആക്ച്വലി നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടും ഉണ്ടാകും. 1 ആംപിയർ എങ്കിലും മിനിമം കിട്ടണം. ഞാൻ ഈ 1.5 2 ആംപിയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് കറണ്ട് അത്ര ഉണ്ടാവില്ല. നമ്മൾ 2 ആംപിയർ ഒക്കെ പറഞ്ഞാലും 1 ആംപിയറിൽ താഴേക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നല്ല രീതിയിലുള്ളൊരു ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്ത്
അതിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഇത്തരം ബോർഡുകൾ ലാസ്റ്റ് ചെയ്യും. ഇനി ഈ ബോർഡിൻ്റെ 1-2 പ്രത്യേകതകളിലേക്കാണ് വരുന്നത്. അപ്പോൾ സാധാരണ റിമോട്ട് കിറ്റിനെ ബേസ് ചെയ്തൊരു ഭയങ്കര ഒരു പ്രത്യേകതകളൊന്നും പറയാനില്ല, എങ്കിൽ പോലും കസ്റ്റമറുടെ കുറച്ച് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവരിതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ വെർഷൻ 3 എന്ന് പറയുന്നത്. കാരണം ഡിടെക്കിന്റെ ബോർഡൊക്കെ ഇറങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ അതിന്റെ വെർഷൻ 3 ഇറങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചാനലിൽ കൂടെ ഈ ഒരു ഡിവൈസ് റിവ്യൂ ചെയ്യണമെന്ന് മാത്രമല്ല നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മേടിച്ച സമയത്ത്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ വരാം. അതിന് മുന്നേ ഇതിൽ പ്രോസസ്സിംഗ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ളത് 6 ചാനൽ പ്രൊസസർ IC ആയിട്ടുള്ള FR സീരീസിൽ വരുന്ന 6311 എന്ന് പറയുന്ന IC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈവൻ 6 അതിന്റെ 6 ചാനൽ പ്രോസസ് ചെയ്ത് നമുക്കത് എന്താ പറയുക ടോൺ കൺട്രോൾ പർപ്പസിനും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ടോൺ കൺട്രോൾ വഴി ഗെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സറൗണ്ട് ചാനലിന്റെ പർപ്പസിന് വേണ്ടിയും സെൻട്രൽ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതിനും, അതേപോലെ ഒരു സബ് ഊഫറിന്റെ ആ ഒരു ഔട്ട് എടുത്ത് സെപ്പറേറ്റ് ഒരു ബിൽറ്റിൻ ഒരു SMD IC എല്ലാം 3 to 4 യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവർ ടോൺ കൺട്രോളിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 IC ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ടോൺ കൺട്രോളിന് വേണ്ടി സെപ്പറേറ്റർ 3 to 4 യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് പർപ്പസിന് വേണ്ടി FR സീരീസിലുള്ള ഒരു IC യൂസ് ചെയ്തിട്ടുണ്ട്. FR സീരീസിലുള്ള IC യൂസ് ചെയ്താണ് R2 സീരീസിലുള്ള ICസും പല ബോർഡുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഏകദേശം ഒരേപോലെയൊക്കെ കിട്ടും. ഒരു ശരിക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വ്യത്യാസം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പ്രത്യേകതകളിലേക്ക് കിടക്കാം. നമ്മൾ ഒരു 5.1 ആംപ്ലിഫയർ ആക്ച്വലി ചെയ്യുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കസ്റ്റമറിന് നീഡ് ഉണ്ടാവുക. നമുക്ക് ഒരു VU മീറ്റർ വേണം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റർ സബ് ഫിൽറ്റർ വെച്ചാൽ എങ്ങനെയാണ്, ഇതിന്റെ ടോൺ നമുക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല, ഒരു സെപ്പറേറ്റർ സബ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ ടെക്നീഷ്യൻസ് ആക്ച്വലി ഒരു ബുദ്ധിമുട്ടിലാവുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VU മീറ്ററിന്റെ കണക്ഷൻ ആക്ച്വലി നമ്മൾ ഒരു പ്രീ സെക്ഷനിൽ നിന്ന് എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രീ സെക്ഷൻ നമുക്ക് കിട്ടാത്തടത്തോളം നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓഡിയോ ഔട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ നിന്നോ അവിടെ നിന്ന് എടുക്കും. അപ്പോൾ ആക്ച്വലി ഇത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഗെയിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ടോൺ അല്ല മറ്റേ ആ VU മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എല്ലാ സമയവും ബ്ലിങ്ക് ചെയ്ത് വെക്കും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ നമ്മൾ VU മീറ്റർ പ്രത്യേകിച്ച് റിമോട്ട് കിറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു കണക്ഷൻ അവരിതിൽ കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഒരു VU മീറ്ററിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ VU മീറ്ററിന്റെ ഇൻപുട്ടിൽ സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ VU മീറ്റർ വർക്ക് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സബ് ഫിൽറ്റർ ആക്ച്വലി ഇതിൽ കൊടുത്തിട്ടുള്ള സബ് ഫിൽറ്ററിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാം 3 to 4 സർക്യൂട്ട് മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ അതിനെ നല്ലൊരു പഞ്ച് ബാസ് കിട്ടുന്ന രീതിയിൽ, നല്ല ഗെയിനോടുകൂടി നല്ല പഞ്ച് ബാസ് കിട്ടുന്ന രീതിയിലാണ് ഈ സാധനം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സബ് ഫിൽറ്ററിൽ ആക്ച്വലി അത്യാവശ്യം നല്ല ഗെയിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ചില ആളുകളിൽ ചില ബോർഡിന്റെ പ്രത്യേകതയാവാം, അതിൽ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയറിന്റെ പ്രത്യേകതയാവാം, ഓരോരുത്തരുടെ ലിസണിങ് എന്താ പറയുക രീതി. ഇപ്പൊ ചിലർക്ക് എന്താ പറയുക നല്ല ഹെവി പഞ്ച് വേണം, ചിലർക്ക് ഒരു മൈൽഡ് പഞ്ച് സോഫ്റ്റ് ബാസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് അവരുടെ സബ് ഫിൽറ്റേഴ്സ് ചിലപ്പോൾ ചിലർക്ക് ചില ഫ്രീക്വൻസി മാച്ച് ചെയ്യാത്ത ടൈപ്പ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ സബ് ഫിൽറ്റർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ് ഇത് ഇങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബ്രാൻഡുകളുടെ റിമോട്ട് കിറ്റ് ഇട്ടുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കുറേ പണിയെടുക്കേണ്ടി വരും അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട്. ചിലപ്പോൾ അതിലുള്ള ഒരു ജമ്പർ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു വളരെ മൈന്യൂട്ട് ടിപ്പിൽ സോൾഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ ലൈൻസും കാര്യങ്ങളും പാത്തൊക്കെ വളരെ അടുത്തായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ സോൾഡറിങ്ങിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നം വരും. നമ്മളെ സംബന്ധിച്ചും കസ്റ്റമറെ സംബന്ധിച്ചും അത് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ട് അധികം സമയം കളയാതെ നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഇത്തരം റിമോട്ട് കിറ്റുകളുടെ ഗുണം. അപ്പം അതിൽ ഈ ഡിടെക് നമ്മൾ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കാലങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വിശ്വാസത്തോടെ നമുക്ക് വാങ്ങാം. സർവീസും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു ഭയങ്കര ഒരു ഓഡിയോ ഔട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു DSP കിറ്റിന്റെ എഫക്റ്റ് ഒന്നും നമുക്ക് ഒരിക്കലും ഇത്തരം കിറ്റുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്രാൻഡ് നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു ബ്രാൻഡാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തന്നെ പറയണേ. പിന്നെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം നല്ല ഒരുവിധം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സബ് ഫിൽറ്ററിൻ്റെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രീസെറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റിമോട്ട് കിറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്കിത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് സെപ്പറേറ്റ്, ഡിസ്പ്ലേ യൂണിറ്റിൽ ബോർഡായിട്ട് മെതർ ബോർഡായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു 6 ചാനൽ കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ എന്താ പറയുക ഒരു എൻകോഡർ വരുന്നുണ്ട്. എൻകോഡർ ഒരു PCBയിൽ മൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ബാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് എൻകോഡർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതും RMC കണക്ടർ വഴി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് USB ഇൻപുട്ടും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അത്യാവശ്യം ലെങ്ത് ഉള്ള വയറാണ്, വളരെയധികം ലെങ്ത്തോടുകൂടിയുള്ള വരുന്നത്. അത്യാവശ്യം നമുക്ക് ഈവൻ വേറൊരു വയറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ആക്ച്വലി ഈ ഒരു വയറിനുണ്ട്. ചില റിമോട്ട് കിറ്റിൻ്റെയൊക്കെ വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്തരം ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ പെർഫോമൻസും ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാല്യൂ ഫോർ ദ മണിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ റിമോട്ട് കിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ആവശ്യം, ഇപ്പം ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിടെക്കിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, അവർ വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് മേടിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ വില വരുന്നത് 1200+ ആണ് വരുന്നത്. കൊറിയർ ചാർജ് അഡീഷണൽ വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ മോസ്റ്റ് പോസിബിളി നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഈ 2 കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.